വ്ളോഗിലായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഒരു കുട്ടി വ്ളോഗ് ആയിരിക്കും കേട്ടോ. അപ്പോൾ എനിക്കിത് സ്പെഷ്യൽ ഡേ ആണ്, ഇതെൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ അമ്പലത്തിൽ പോകാൻ വേണ്ടി ഞങ്ങൾ റെഡി സെറ്റായിട്ട് ഇറങ്ങി നിൽക്കുകയാണ്. ലീവ് കിടക്കാമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നതായിരുന്നു കേട്ടോ. പക്ഷേ ഇന്ന് ഭിന്നശേഷിയായിട്ട് കുട്ടികളുടെ കലോത്സവം ഉണ്ട്. അപ്പോൾ അതിന് ഡ്യൂട്ടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിന് പോകണം. ഇത്തിരി കഴിയുമ്പോഴത്തേക്ക് അവർ റിപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അതിന് മുന്നേ അമ്പലത്തിൽ പോകുന്ന വിചാരിച്ചോണ്ട് നേരത്തെ ഇറങ്ങി. അപ്പോൾ അപ്പടെ അവർ ഫിസ നിൽക്കണ്ടായിരുന്നു. അപ്പോൾ ഇച്ചിക്കൂട്ടിന് അവൻ്റെ അടുത്ത് വർത്താനം പൊറോട്ടിക്കണം, അമ്പലത്തിലൊക്കെ പോകാമെന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ നേരെ വിട്ടോട്ട് കാവിലിട്ട്. അപ്പോൾ എത്ര പെട്ടെന്ന് പോയിട്ട് വന്നാലാരും എനിക്ക് ആ സമയത്ത് അവിടെ കയറാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. ഞാൻ ഈ സമയത്തൊക്കെ നല്ല ഉറക്കമാണ് കേട്ടോ, സാധാ ഉറങ്ങുന്നത്. അപ്പോൾ അമ്പലത്തിൽ പോയി ഇച്ചിക്കൂട്ടാന്ന് പറഞ്ഞപ്പോൾ ആൾ ചാടി എഴുന്നേറ്റ് വിട്ടാന്ന് പോകാമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഇഷ്ടം അമ്പലത്തിൽ പോകണ ആൾക്ക്. അവന് രാവിലെ തന്നെ കുത്തിപ്പൊക്കാൻ വലിയ താമസമൊന്നും വന്നില്ല. അപ്പോൾ നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ പള്ളിക്കാവിലാണ് വന്നേക്കുന്നത്. അതുപോലെ തന്നെ അവിടെ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അവിടെ ഒരു അമ്മാമ്മേനെ കണ്ടു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അറിയുന്നതാണ്. അപ്പോൾ ഇച്ചിക്കൂട്ടം കണ്ട് കുറേ ആയിട്ടോ. അപ്പോൾ ഇച്ചിക്കൂട്ടം അടുത്തുള്ള വർത്താനം പൊറോട്ടിക്കുക കേട്ടോ. അപ്പോൾ അതിന് പൈസ ഇടാനുള്ള ഓട്ടപ്പാച്ചിലാണ് അവിടെ കണ്ടതേ കണ്ടോ. പൈസ ഇടും, വച്ചിരുന്ന പൈസ വേണമെങ്കിൽ വിടും. ഇത് തന്നെയാണ് കേട്ടോ അവരുടെ പരിപാടി. അപ്പോൾ ഇവിടെ ഇടാൻ പൈസ ഇടാൻ ഭയങ്കര ഇഷ്ടമാണ് പുള്ളിക്ക്. അമ്മാമ്മ അടുത്ത് വർത്താനം പറഞ്ഞിട്ട് ഒരു ഉമ്മ നേടാന്നൊക്കെ പറഞ്ഞപ്പോൾ വലിയ ഇൻട്രസ്റ്റ് ഒന്നും ആദ്യം കാണിച്ചില്ല. ഓടാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയായിരുന്നു. ലാസ്റ്റ് എന്നിട്ട് അമ്മമ്മ എടുത്ത് കഴിഞ്ഞപ്പോൾ പിന്നെ ഉമ്മയൊക്കെ കൊടുത്ത് ആൾ ഭയങ്കര ഹാപ്പി ആയിട്ടോ. അവനിങ്ങനെ നടക്കണം കേട്ടോ. ഇരുത്തോണ്ട് നടക്കണമൊന്നും ആൾക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല. അവന് ഇറങ്ങി ഓക്കോട്ടണം, അപ്പുറത്തേട്ട് പോകണം, ഇപ്പുറത്തേട്ട് പോകണം എന്നൊക്കെ പറഞ്ഞാൽ തന്നെ നടന്നോളാന്നൊക്കെയാണ് പറഞ്ഞത്. തന്നെ അങ്ങനെ അവിടെ വിടാൻ നോക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചുറ്റും പിറകെ ഓട്ടം തന്നെ നേരെ ഉണ്ടാവും. സെക്കൻഡ് ഇങ്ങനെ അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ അവൻ പറയും എടുക്കണ്ട, തന്നെ നടന്നോളാന്ന് പറയും കേട്ടോ. തന്നെ നടക്കും, ഇത് കുറച്ച് കഴിയുമ്പോൾ ഓടും. ഇതൊക്കെ തന്നെയാണ് അവൻ്റെ ഇപ്പോഴത്തെ പരിപാടി. പ്രായത്തിൻ്റെ ആയിരിക്കാം, എല്ലാം അറിയാം കേട്ടോ. പക്ഷെ കുസൃതിക്ക് ഒരു കുറവുമില്ല, പ്രായത്തിൻ്റെ ആയിരിക്കും അല്ലേ. പിന്നെ വാട എടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും അവൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ അവൻ്റെ ഇഷ്ടത്തിന് മൊത്തം അങ്ങോട്ട് സൈഡിൽ കയറി പോകും. എൻ്റെ അവൻ പറയും ഇതിൻ്റെ മേളിൽ കയറി നടക്കാമെന്നും പറഞ്ഞുകൊണ്ട് ആൾ അതിൽ കയറി പോകായിരുന്നു കേട്ടോ. രാവിലെ എഴുന്നേറ്റപ്പോൾ എനിക്ക് ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പറഞ്ഞു കേട്ടോ. ആൾ ഹാപ്പി ബർത്ത്ഡേ പറയാൻ വന്നപ്പോൾ ഭയങ്കര ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പറഞ്ഞു. ആൾ അമ്പലത്തിൽ നിന്ന് തൊഴുതെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങിട്ടോ. അപ്പോൾ ഓരോരുത്തർ വിഷ് ചെയ്യാൻ വേണ്ടി വിളിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ കുറച്ചൊരു വർത്തമാനം പറഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കുറച്ചിട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ അതെവിടെയാണ് കേട്ടോ നമുക്ക് നമ്മുടെ ഉത്സവം നടക്കുന്നത്. അപ്പോൾ അമ്പലത്തിൽ പോയിട്ട് വീട്ടിൽ ചെന്ന് ചായയോടെ എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നേരെ വണ്ടി എടുത്ത് ഇങ്ങോട്ട് വിട്ടു കേട്ടോ. അപ്പോൾ നമ്മുടെ കുട്ടി വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.